ഹായ്. അങ്ങനെ എൻ്റെ നാട്ടിലെ ആദ്യത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ദുബായിലേക്ക് വരുമായിരുന്നു. പെട്ടികളൊക്കെ കെട്ടി എല്ലാവരെയും കണ്ടു, ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. രാഹുൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ദുബായിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ ഞാൻ തനിയാണ് തിരിച്ച് വന്നത്. പിന്നെ വീണ്ടും ഡേ ടൈം ആയതുകൊണ്ട് നല്ല ആകാശ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. 2 പ്രാവശ്യം വന്നപ്പോഴും ഇരുട്ടായിരുന്നു, ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ നല്ല രസമാണ്. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ നേരം കാണുമ്പോഴത്തേനും അത് തന്നെയാണ് കാണാൻ, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എന്നാലും അതൊരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. എനിക്കിഷ്ടപ്പെട്ടു ആ സംഭവം. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം എന്താണ് ഞാൻ കണ്ടത്. കണ്ടില്ലേ, പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുകയാണ്. പിന്നെ നല്ല രസമാണ്. കുറേ നേരം ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ കാണാനുണ്ടാവുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പഞ്ഞിക്കെട്ടുകളുടെ അളവ് കൂടും കുറയും, അങ്ങനെയൊക്കെ. ചിലയിടത്ത് പ്ലെയിൻ ആവും, ചിലയിടത്ത് കൂടുതൽ വരും, അങ്ങനെയൊക്കെ കാണാം. പിന്നെ ഒമാൻ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേനും അതിൻ്റെ ഒരു പ്രത്യേക മലനിരകളായിരിക്കും. മൊത്തം പാറകൾ, താഴേക്ക് നോക്കുമ്പോൾ മൊത്തം പാറകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. ഒമാൻ വഴിയാണ് നമ്മൾ ദുബായിലേക്ക് എത്തുക. ഒമാൻ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ എത്തുന്നത്. അടുത്ത ആൾ താമസമുള്ള സ്ഥലത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ദുബായ് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം എത്തും. നമ്മൾ ലാൻഡിങ്ങിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ദുബായിൽ ലാൻഡ് ചെയ്തു. അടുത്ത ദിവസം പണിക്ക് പോകണം. അപ്പോഴേക്കും എൻ്റെ ആദ്യത്തെ ബിസിനസ് കാർഡ് റെഡി ആയിരിപ്പുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാഹുലും തിരിച്ചെത്തി. അങ്ങനെ ഞാൻ ഹാപ്പി. പിന്നെ അടുത്ത രാഹുലിന് വേണ്ടിയിട്ടുള്ള ജോലി അന്വേഷണങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് അവധി ദിവസങ്ങളിൽ ഞങ്ങളുടെ ചെറിയ ചെറിയ കറക്കങ്ങൾ. ലാമർ ബീച്ചിൽ പോയിരിക്കണം. അപ്പോൾ ആ ഒരു കുഞ്ഞ് കുട്ടികൾ അവിടെ ഇങ്ങനെ മണ്ണ് വാരി കളിക്കുന്ന ഒരു കാഴ്ചയാണ്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ലാമറൊക്കെ കറങ്ങി കണ്ടു. ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ ബൈ.